ഹായ്, എല്ലാവർക്കും PSC പീഡിയയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ബുക്കിനെ കുറിച്ചാണ് പറയുന്നത്. പെട്ടെന്ന് പറയും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളൊന്ന് സ്ട്രെസ് ചെയ്ത് പറയും. നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ 1498 മുതൽ 1583 വരെയുള്ള കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാരും കേരളവും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ചരിത്രമാണ് ഈ കൃതി അവതരിപ്പിക്കുന്നത്. ഓക്കെ, 1498 എന്നുള്ളത് നമ്മുടെ ഗാമ വരുമ്പം തൊട്ട് 1583 വരെയുള്ള കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാരും കേരളവും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ചരിത്രമാണ് ഈ കൃതി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ബുക്കിൽ ഗ്രന്ഥകാരന് അറിവുള്ളതും, ഗ്രന്ഥകാരൻ ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിവുള്ളതും അദ്ദേഹം നേരിൽ കണ്ടതുമായ അനേകം സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. ബീജാപ്പൂരിലെ ഭരണാധികാരിയായിട്ടുള്ള ആദിൽ ഷായ്ക്കാണ് ഈ ഗ്രന്ഥം സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം ഈ വിവരങ്ങൾ ശേഖരിക്കാനും അവതരിപ്പിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കേരളത്തിലെ തങ്ങളുടെ അധിനിവേശ കേന്ദ്രങ്ങളിൽ പോർച്ചുഗീസുകാർ നടത്തുന്ന പീഡനങ്ങൾക്കും സ്വേച്ഛാധിപത്യത്തിനെതിരായി മുസ്ലിങ്ങളുടെ അവരുടെ അകർമ്മണ്യതയിൽ ഉയർത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. 4 അധ്യായങ്ങളാണ് ഈ കൃതിക്കുള്ളത്. അപ്പം പോർച്ചുഗീസ് അതിക്രമങ്ങൾക്കെതിരെ ജനങ്ങളുടെ ഒരു വികാരം ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ ബുക്ക് എഴുതിയത്. അപ്പോൾ ഇതിന് 4 അധ്യായങ്ങളാണുള്ളത്. ആദ്യത്തെ അധ്യായത്തിൽ ഖുറാനിൽ നിന്നുള്ള വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ജിഹാദിൻ്റെ ഗുണങ്ങളെ എടുത്തു കാട്ടുന്നു. ആദ്യത്തെ അധ്യായത്തിൽ ഖുറാനിൽ നിന്നുള്ള വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ജിഹാദിൻ്റെ ഗുണങ്ങൾ എടുത്തു കാട്ടുന്നു. അവിശ്വാസികൾക്കെതിരെ പരിശുദ്ധ യുദ്ധം നടത്തുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അദ്ദേഹം എടുത്തു പറയുന്നു. രണ്ടാമത്തെ അധ്യായത്തിൽ കേരളത്തിൽ ഇസ്ലാം കടന്നതിൻ്റെ കഥയും പടിഞ്ഞാറൻ തീരത്തിൽ തുറമുഖങ്ങൾ വളർന്നതിൻ്റെ കഥയും വിവരിക്കുന്നു. രണ്ടാമത്തെ അധ്യായത്തിൽ എന്താണ് പറഞ്ഞത്? കേരളത്തിൽ ഇസ്ലാം എങ്ങനെയാണ് കടന്നു വന്നതെന്നും പടിഞ്ഞാറൻ തീരത്തിൽ തുറമുഖങ്ങൾ വളർന്നു വന്നതിൻ്റെ കഥയുമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ എന്താണ് പറയുന്നത്? ഖുറാനിൽ നിന്നുള്ള വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ജിഹാദിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നു. രണ്ടാമത്തെ അധ്യായത്തിൽ ഇസ്ലാം എങ്ങനെ കേരളത്തിൽ വന്നു, കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് എങ്ങനെ തുറമുഖങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. മൂന്നാമത്തെ അധ്യായത്തിൽ മലബാറിലെ ഹിന്ദുക്കളുടെ ആചാരങ്ങളും പ്രത്യേക സ്വഭാവങ്ങളും വിവരിക്കുന്നത് കൂടാതെ നാട്ടിലെ ഹൈന്ദവ ഭരണാധികാരികൾ തങ്ങളുടെ മുസ്ലിം പ്രജകളോട് കാട്ടുന്ന ഉദാരമായ മനോഭാവത്തെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മൂന്നാമത്തെ അധ്യായത്തിൽ മലബാറിലെ ഹിന്ദുക്കളുടെ ആചാരങ്ങളും പ്രത്യേക സ്വഭാവങ്ങളും വിവരിക്കുന്നത് കൂടാതെ നാട്ടിലെ ഹൈന്ദവ ഭരണാധികാരികൾ തങ്ങളുടെ മുസ്ലിം പ്രജകളോട് കാട്ടുന്ന ഉദാരമായ മനോഭാവത്തെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. അവസാന അധ്യായം, അതായത് 4ാമത്തെ അധ്യായത്തിൽ പറയുന്നത് 85 വർഷങ്ങൾക്കുള്ളിൽ മലബാറിൽ പോർച്ചുഗീസ് ശക്തിയുടെ ഉയർച്ചയും വളർച്ചയും പറ്റിയുള്ള ചരിത്രപരമായിട്ടുള്ള വിവരണമാണ്. സൈനുദ്ദീൻ തുഫത്തുൽ മുജാഹിദീൻ അറബി സാഹിത്യത്തിന് കേരളത്തിൻ്റേതായ എണ്ണപ്പെട്ടൊരു സംഭാവന എന്നതിനപ്പുറം വിലപ്പെട്ട ഒരു ചരിത്ര സാഹിത്യ കൃതി കൂടിയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഈ പോർച്ചുഗീസുകാരുടെ ചരിത്രത്തെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള വിവരവും കാര്യങ്ങളൊക്കെ നമുക്ക് തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ബുക്കിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു അറബി സാഹിത്യമാണ്. അപ്പോൾ ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് അറബി ഭാഷയിലാണെന്നുള്ള ഓർത്തിരിക്കുക. ഇതിന് 4 അധ്യായങ്ങൾ